ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷഹനാസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു, ഓഗസ്റ്റ് 24-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം മുതലേ അല്ലെങ്കിൽ ഈ ഒരു നിമിഷം മുതലേ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മോളിക്കുലർ ബയോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നോക്കാം. The enzyme which is responsible for unwinding the DNA helix during replication. DNA replicationന്റെ സമയത്ത് അല്ലെങ്കിൽ എന്താണ് DNA ഇരട്ടിപ്പിക്കുക, അതാണ് DNA replication. DNA replicationന്റെ സമയത്ത് ഏത് എൻസൈമാണ് അൺവൈൻഡ് ചെയ്യാനായിട്ട്, DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, എല്ലാവർക്കും അറിയാം അല്ലേ, DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ആ ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA അൺവൈൻഡ് ചെയ്യാനായിട്ട് ഏത് എൻസൈമാണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ DNA പോളിമറൈസ്, സെക്കൻഡ് ഓപ്ഷൻ ഹെലിക്കേസ്, തേർഡ് ഓപ്ഷൻ ലിഗേസ്, ഫോർത്ത് ഓപ്ഷൻ ടോപ്പോ ഐസോമറൈസ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ DNA പോളിമറൈസ് ആണ്. DNA പോളിമറൈസ് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, റെപ്ലിക്കേഷൻ്റെ സമയത്ത് DNA പോളിമറൈസ് ആണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്, ബേസ് പെയേഴ്സ് ആഡ് ചെയ്തിട്ട് പുതിയ DNA ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത് എന്താണ്, DNA പോളിമറൈസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള DNA പോളിമറൈസ് എന്താണ്, ഒരു തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, DNA പോളിമറൈസ് ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം, ഹെലിക്കേസ്. ഹെലിക്കേസ് എൻസൈം എന്തിനാണ് സഹായിക്കുന്നത്, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA അൺവൈൻഡ് ചെയ്തിട്ട് സിംഗിൾ സ്ട്രാൻഡ് ആക്കാനായിട്ട് ആരാണ് സഹായിക്കുന്നത്, ഹെലിക്കേസ് എൻസൈം ആണ് സഹായിക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, ഹെലിക്കേസ് ആണ്. ഹെലിക്കേസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഹെലിക്കേസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്കറിയാം ലിഗേസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാണ്, DNA മുറിഞ്ഞു പോയ DNA ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലിഗേസ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ടോപ്പോ ഐസോമറൈസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, സൂപ്പർ കോയിലിംഗ് അല്ലെ, DNA ഉണ്ടാകുന്ന സൂപ്പർ കോയിലിംഗ് ഒക്കെ റിമൂവ് ചെയ്യാനാണ് ടോപ്പോ ഐസോമറൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഹെലിക്കേസ് ആണ്. സോ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പിഗ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ദ പിഗ്മെന്റ്സ് റെസ്പോൺസിബിൾ ഫോർ ദ റെഡ് കളറേഷൻ ഇൻ റെഡ് ആൽഗെ. റെഡ് ആൽഗയിലുള്ള റെഡ് കളറിന്, ഓക്കെ, റെഡ് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ക്ലോറോഫിൽ എ, ഓപ്ഷൻ ബി ക്ലോറോഫിൽ ബി, ഓപ്ഷൻ സി ഫൈക്കോ എറിത്രിൻ ആൻഡ് ഓപ്ഷൻ ഡി ഫൈക്കോ സയാനിൻ. അപ്പൊ ഇതിൽ ഏത് പിഗ്മെന്റ് ആണ് റെഡ് കളറിന് കാരണം, റോഡോഫൈസിയ ഫാമിലിയിൽ അല്ലെങ്കിൽ എന്താണ് റെഡ് ആൽഗയിലുള്ള റോഡോഫൈസിയ ഫാമിലിയിലുള്ള റെഡ് ആൽഗയ്ക്ക് റെഡ് കളർ നൽകുന്നത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് പിഗ്മെന്റ് ആണെന്നാണ്. നമുക്കറിയാം ക്ലോറോഫിൽ എന്ന് പറയുമ്പോഴത്തേക്കും നൽകുന്നത് എന്താണ്, ഗ്രീൻ കളറാണ് നൽകുന്നത്. ഫൈക്കോ സയാനിനോ, ഫൈക്കോ സയാനിൻ നൽകുന്നത് എന്താണ്, ബ്ലൂ ഗ്രീൻ കളറാണ്. ബ്ലൂ ഗ്രീൻ കളറാണ്, അതായത് നമ്മുടെ സയാനോ ബാക്ടീരിയ, എക്സാമ്പിൾ സയാനോ ബാക്ടീരിയ. പിന്നെ വരുന്നത് എന്താണ്, ഫൈക്കോ എറിത്രിൻ. ഓക്കെ, ഫൈക്കോ എറിത്രിൻ ആണ് എന്ത് നൽകുന്നത്, റെഡ് ആൽഗയ്ക്ക് എന്ത് നൽകുന്നത്, റെഡ് കളർ നൽകുന്നത്. സോ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്, ഫൈക്കോ എറിത്രിൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ഫൈക്കോ എറിത്രിൻ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബാക്ടീരിയനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ. ബാക്ടീരിയൽ ക്യാപ്സ്യൂളിന്റെ പ്രൈമറി ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ എന്താണെന്ന് അറിയാലോ, ബാക്ടീരിയയുടെ സെൽ വാളിന് പുറത്തായിട്ടുള്ള, ബാക്ടീരിയയുടെ സെൽ വാൾ എന്ത് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്, പെപ്റ്റിഡോഗ്ലൈക്കൺ. എന്ത് വെച്ചാണ്, പെപ്റ്റിഡോഗ്ലൈക്കൺ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോ ഈ ബാക്ടീരിയലിന്റെ സെൽ വാൾ ആയിട്ടുള്ള പെപ്റ്റിഡോഗ്ലൈക്കണിന് പുറത്തായിട്ട് കാണുന്ന, പെപ്റ്റിഡോഗ്ലൈക്കണിന് പുറത്തായിട്ട് കാണുന്ന ആവരണമാണെന്ത്, അല്ലെങ്കിൽ ആ ഒരു കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, ബാക്ടീരിയൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്യാപ്സ്യൂൾ എന്തിനാണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അതിന്റെ പ്രൈമറി ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫെസിലിറ്റേറ്റ് മൂവ്മെന്റിനെ സഹായിക്കുന്നതാണോ, പിന്നെ നമുക്കറിയാം അല്ലെ, മൂവ്മെന്റിനെ സഹായിക്കാൻ എന്തുണ്ട്, ബാക്ടീരിയൽ എന്താണ്, ബാക്ടീരിയൽ ഫ്ലജല്ല കാണാനായിട്ട് പറ്റും അല്ലെ. ഫ്ലജല്ല എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആൻസർ അല്ല. പിന്നെ
റീപ്രൊഡക്ഷൻ ബൈനറി ഫിഷൻ ഒക്കെയാണ് റീപ്രൊഡക്ഷൻ വരുന്നത്. അതിലെന്തില്ല, ക്യാപ്സ്യൂളിന്റെ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല. ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ, അതും തെറ്റായിട്ടുള്ള ഉത്തരമാണ്. കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് നടക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ടീരിയൽ സെല്ലിനെ ഒരു ഫാഗോസൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാഗോസൈറ്റ് ആയിട്ടുള്ള കോശം വിഴുങ്ങുന്നതിനെ തടയാനായിട്ട് ആരുണ്ട്? ക്യാപ്സ്യൂൾ ഉണ്ട്. അപ്പൊ ക്യാപ്സ്യൂളിന്റെ ഫംഗ്ഷൻ എന്താണ്? ബാക്ടീരിയനെ ഫാഗോസൈറ്റോസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യലാണ് ആരുടെ പണി? ക്യാപ്സ്യൂളിന്റെ പണി. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഫാഗോസൈറ്റോസിസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ആൻജിയോസ്പേംസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻജിയോസ്പേംസ്, ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ സസ്പെൻസർ ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് സസ്പെൻസറിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് ആൻജിയോസ്പേംസിൽ ഉണ്ടാകുന്ന സസ്പെൻസറിന്റെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് അറിയാം. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും സൈഗോട്ട് ഉണ്ടാവുന്നു. ആൻജിയോസ്പേംസിന്റെ ഫെർട്ടിലൈസേഷൻ, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്തുണ്ടാകുന്നു? സൈഗോട്ട് ഉണ്ടാകുന്നു. ആ ഒരു സൈഗോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ബേസൽ സെല്ലും ഒരു ടെർമിനൽ സെല്ലും. ഒരു ടെർമിനൽ സെല്ലും ഒരു ബേസൽ സെല്ലും. ഈ ഒരു ബേസൽ സെല്ലാണ് എന്ത് ചെയ്യുന്നത്? ബേസൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സസ്പെൻസർ ഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ഫ്രം ദ എൻഡോസ്പേം. എൻഡോസ്പേമിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനാണ്. രണ്ടാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് സീഡ് കോട്ട്. സീഡ് കോട്ടിന്റെ ഉള്ളിലെ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. മൂന്നാമത്തത് പുഷ് ദ എംബ്രിയോ ഡീപ്പർ ഇൻ ടു ദ എൻഡോസ്പേം വിത്ത് ദ സീഡ് കോട്ട്. എംബ്രിയോനെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റത്തത് ഫെസിലിറ്റേറ്റിംഗ് വാട്ടർ അപ്ടേക്ക് ഫ്രം ദ സോയിൽ. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമുക്കറിയാം എന്താണ് സസ്പെൻസർ എന്തിനാണ് സഹായിക്കുന്നത്? സസ്പെൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ആണെന്ന് പറയാം. ഒരു കണക്ഷൻ ആണ് ബിറ്റ്വീൻ ദ എംബ്രിയോ ആൻഡ് ദ എൻഡോസ്പേം. എൻഡോസ്പേമും എംബ്രിയോയുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്ത് പറയുന്നത്? സസ്പെൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരിയാണ്, ന്യൂട്രിയന്റ് അബ്സോർപ്ഷന് വേണം. ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ ഫ്രം ദ എൻഡോസ്പേമിന് സസ്പെൻസർ സഹായിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യണം? ആ എംബ്രിയോ എൻഡോസ്പേമിൽ കറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എംബ്രിയോനെ പുഷ് ചെയ്യുക ഡീപ്പർ ഇൻ ടു ദ എൻഡോസ്പേമിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പുഷ് ചെയ്ത് നിർത്തി ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ് ആര്? സസ്പെൻസർ എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പുഷ് ദ എംബ്രിയോ ഡീപ്പർ ഇൻ ടു ദ എൻഡോസ്പേം വിത്തിൻ ദ സീഡ് കോട്ട്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, സപ്പോസ് യു ആസ് എ പെറ്റ് ഡീലർ ഹൂ റെയർ ഗോൾഡ് ഫിഷ്. യു ഹാവ് മോർ ദാൻ 10,000 fish in one large tank, but due to an electric short circuit 95% of the fishes perished in one night. The remaining 5% are left to the breed and repopulate, passing their genes and traits on to future generations. What type of genetic drift this may be considered? അപ്പൊ ഇതിലെ ജനറ്റിക് ഡ്രിഫ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു പെറ്റ് ഡീലർ ആണെന്ന് കരുതുക. അപ്പൊ നമ്മൾ എന്താണ് ഒരു 10,000 ഫിഷിനെ ഒരു 10,000 കണക്കിന് മീനുകളെ ഒരു ടാങ്കിൽ വളർത്തുകയാണ്. അപ്പോൾ ഒരു രാത്രി എന്ത് സംഭവിച്ചു? അവിടെ ഒരു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് കാരണം 95% ഓഫ് ദ ഫിഷസ് എന്ത് ചെയ്തു? മരിച്ചു. ബാക്കി 5% ബാക്കിയുള്ളൂ. അപ്പോ ഈ ഒരു തരം ജനറ്റിക്കലായിട്ടുള്ള ഈ ഒരു ഡ്രിഫ്റ്റിനുള്ള എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ എന്താണ്, കുറെ മീനുകൾ ചത്തുപോയി. അവിടെ പിന്നെ കുറച്ച് മീനുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു കുറച്ച് മീനുകളുടെ അല്ലീൽസ് മാത്രമാണ് പ്രസന്റ് അല്ലേ? സോ അപ്പൊ അവിടെ എന്ത് തരം ജനറ്റിക് ഡ്രിഫ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എക്സ്റ്റിങ്ഷൻ, ഓപ്ഷൻ ബി നാച്ചുറൽ സെലക്ഷൻ, ഓപ്ഷൻ സി ബോട്ടിൽ നെക്ക്, ഓപ്ഷൻ ഡി ഫൗണ്ടർ എഫക്റ്റ്. എന്തായിരിക്കും? അവിടെയുള്ള മീനുകൾക്ക് എക്സ്റ്റിങ്ഷൻ ആയി പോയതാണോ പെട്ടെന്ന്? അല്ല. എക്സ്റ്റിങ്ഷൻ ആയി പോയതാണോ? അല്ല.
പിന്നെ നാച്ചുറൽ സെലക്ഷൻ ആണോ, നേച്ചർ സെലക്ട് ചെയ്തതാണോ, ഇലക്ട്രിക് സർക്യൂട്ടിൽ വഴി നേച്ചർ സെലക്ട് ചെയ്തതാണോ, കുറച്ച് മീനുകൾ മരിക്കട്ടെ കുറച്ച് മീനുകൾ ജീവിച്ചിരിക്കണം എന്ന് നേച്ചർ സെലക്ട് ചെയ്തതാണോ? അല്ല. പിന്നെ എന്താണ് വരുന്നത്? ബോട്ടിൽ നെക്ക് എഫക്റ്റ് ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ബോട്ടിൽ നെക്ക് എഫക്റ്റ് ആണ്. ഫൗണ്ടർ എഫക്റ്റ് എന്താണ്? ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ നിന്ന് ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വേറൊരു സ്ഥലത്തേക്ക് പോവുക വേറൊരു സ്ഥലത്തേക്ക് പോവുക എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? അവിടെ ജീവിക്കുക. അപ്പോൾ അവിടെ എന്താവുന്നു? പുതിയ അല്ലീൽസ് അവിടെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ഇവരുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? പുതിയൊരു സ്ഥലത്ത് എന്തുണ്ടാവുന്നു? പുതിയ അല്ലീൽസ് ഫോം ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇവരുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും എന്ത് വ്യത്യാസം വരുന്നു? ജീനിന് വ്യത്യാസം വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫൗണ്ടർ എഫക്റ്റ് അല്ല. എന്താണിത്? ബോട്ടിൽ നെക്ക് എഫക്റ്റ് ആണ്. എന്താണ് ബോട്ടിൽ നെക്ക് എഫക്റ്റ്? ഒരു ഡിസാസ്റ്റർ അല്ലെ, ഒരു എൻവയോൺമെന്റൽ ഡിസാസ്റ്ററോ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും ഒരു പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന അല്ലീലുകളുടെ ചേഞ്ചിനെ അല്ലെങ്കിൽ എന്താണ് അല്ലീലുകളുടെ അല്ലെങ്കിൽ ആ ഒരു ജീൻസിന്റെ അവിടെയുള്ള ജീനുകളുടെ കുറവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോട്ടിൽ നെക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. അവിടെയുള്ള ജീനുകൾ കുറഞ്ഞു പോയി എന്ത് വന്നപ്പോഴത്തേക്കും അപ്പൊ ഇവിടെ നടന്നത് എന്താണ്? ഇലക്ട്രിക്കലായിട്ടുള്ള ഒരു കറന്റ് വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? മീനുകൾ മരിച്ചു പോകുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെയുള്ള ജീനുകളുടെ എണ്ണം എന്തായി? കുറഞ്ഞു. അവിടുത്തെ മീനുകൾ അത്രയും മരിച്ചപ്പോഴത്തേക്കും പിന്നെ കുറച്ച് മീനുകൾ മാത്രമേ ഉള്ളൂ, ഒരു 5% മീനുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അവിടെയുള്ള അല്ലീൽസിന്റെ എണ്ണം കുറഞ്ഞു. അപ്പൊ ഇതിനുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബോട്ടിൽ നെക്ക് എഫക്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി, ബോട്ടിൽ നെക്ക് എഫക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ലൈക്കൻസ് ആർ ദ ഫസ്റ്റ് ഓർഗാനിസംസ് ടു കോളനൈസ് ദി റോക്ക്. റോക്കിൽ കാണുന്ന ഫസ്റ്റ് ഓർഗാനിസംസ് ആരാണ്? ലൈക്കൺ ആണ് എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? ലൈക്കൺ ആണ് എന്ത്? ഫസ്റ്റ് ഓർഗാനിസംസ് ടു കോളനൈസിന്റെ ബെയർ റോക്ക് അല്ലെ? റോക്കിൽ ആദ്യമായിട്ട് വളർന്ന് ആ റോക്കിനെ പിന്നെ പയ്യെ റോക്ക് പൊട്ടി അവിടെ പുതിയ പ്ലാന്റുകളൊക്കെ വരുന്നതിന് കാരണക്കാരൻ ആരാണ്? ആദ്യം അവിടെ വളരുന്നത് ആരാണ്? ലൈക്കൺസ് ആണ്. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ, സെലാജിനല്ല ഈസ് എ ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റ്. സെലാജിനല്ല ഒരു ഹോമോസ്പോറസ് ആണോ? അല്ല. സെലാജിനല്ല എന്താണ്? സെലാജിനല്ല എന്ന് പറഞ്ഞ ടെറിഡോഫൈറ്റ്. അതൊരു ടെറിഡോഫൈറ്റ് എന്താണ്? ഒരു ഹെറ്ററോസ്പോറസ് ആണ്. 2 ടൈപ്സ് ഓഫ് സ്പോർസ് കാണാൻ പറ്റും, മെഗാസ്പോറും അതേപോലെ തന്നെ മൈക്രോസ്പോർസും. മൈക്രോസ്പോറിൽ നിന്ന് മെയിൽ ഗ്യാമറ്റോഫൈറ്റും മെഗാസ്പോറിൽ നിന്ന് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റും ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഇനി തേർഡ് നോക്കാം. കൊറലോയിഡ് റൂട്ട്സ് ഇൻ സൈക്കസ് ഹാവ് വെസിക്കുലർ ഓർ ബസ്കുലർ മൈക്കോറൈസ അല്ലെ? സൈക്കസിൽ കാണുന്ന ഒരു പ്രത്യേക തരം റൂട്ടാണ് എന്ത്? കൊറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്. അപ്വേർഡ് ആയിട്ട് വളരുന്ന റൂട്ടാണ്. അതില് വെസിക്കുലർ ഓർ ബസ്കുലർ മൈക്കോറൈസ കാണുന്നു എന്നാണ് പറയുന്നത്. അതൊരു കറക്റ്റ് ഓപ്ഷൻ ആണ്. ഇനി ഫോർത്ത് വൺ നോക്കാം. മെയിൻ പ്ലാൻ ബോഡി ഇൻ ബ്രയോഫൈറ്റ്സ് ഈസ് ഗ്യാമറ്റോഫൈറ്റിക്. ബ്രയോഫൈറ്റിന്റെ മെയിൻ പ്ലാൻ ബോഡി എന്താണ്? ഗ്യാമറ്റോഫൈറ്റ് ആണ്. വെയറാസ് ഇൻ ടെറിഡോഫൈറ്റ് ഈസ് സ്പോറോഫൈറ്റിക്. അതും കറക്റ്റ് ആണ് അല്ലെ? നമുക്കറിയാം ബ്രയോഫൈറ്റ്സിൽ ആദ്യത്തെ പ്ലാൻ ബോഡി എന്താണ്? ഗ്യാമറ്റോഫൈറ്റിക് ആണ്. ഗ്യാമറ്റോഫൈറ്റിക് ആണ് മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത്. സ്പോറോഫൈറ്റ് ഗ്യാമറ്റോഫൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് പിന്നീട് ഉണ്ടാവുന്നത്. രണ്ടാമത്തത് ടെറിഡോഫൈറ്റ്സ് ആണ്. ടെറിഡോഫൈറ്റ്സിന്റെ മെയിൻ പ്ലാൻ ബോഡി എന്താണ്? സ്പോറോഫൈറ്റ് ആണ്. പിന്നെ ജിംനോസ്പോംസും ആൻജിയോസ്പോംസിന്റെ ഒക്കെ എന്താണ് മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത്? ഈ ഒരു സ്പോറോഫൈറ്റ് തന്നെയാണ്. അപ്പൊ ഏതാണ്? ഇതില് രണ്ടാമത്തെ ഓപ്ഷൻ മാത്രം തെറ്റാണ്. അപ്പോ ഇതിന്റെ ഓപ്ഷൻസ് A, 1, 3 and 4 ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 2 തെറ്റായതുകൊണ്ട് ഇതല്ല, 1 and 4 അല്ല, 2 and 3 അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് 1 strand of a DNA has a sequence of 5' GTA, CTG, AAC, 3' വാട്ട് ഈസ് ദ സീക്വൻസ് ഓൺ ഇസ് 3' to 5' സ്ട്രാൻഡ്? അപ്പൊ നമുക്ക് ഓൾറെഡി സ്ട്രാൻഡ് തന്നിട്ടുണ്ട്. അതിന്റെ പെയർ ചെയ്യുന്ന സ്ട്രാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 5' GTA, CTG, AAC.
C3'. ഓക്കെ, ഇനി ഇതിന്റെ ഒരു പുതിയൊരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അടുത്ത സ്ട്രാൻഡ് ആയിട്ട് വരുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ എന്തായിരിക്കും? 5' ഇപ്പുറത്ത് 3' ആയിരിക്കും, 3' ഇവിടെ 5' ആയിരിക്കും. guanine pairs with cytosine, thymine pairs with adenine, adenine pairs with thymine, cytosine pairs with guanine, thymine pairs with adenine, guanine pairs with cytosine, adenine pairs with thymine, adenine pairs with thymine, cytosine pairs with guanine. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? CAT GAC TTG. അപ്പോൾ ഒരു സ്ട്രാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പെയർ ചെയ്യുന്ന ബേസ് പെയർസ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രൈസോമി 21 ഈസ്, ട്രൈസോമി 21 എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ടേർണർ സിൻഡ്രോം, സെക്കൻഡ് വൺ ക്രൈഡു-ചാറ്റ്, തേർഡ് വൺ ഡൗൺ സിൻഡ്രോം, ഫോർത്ത് വൺ എഡ്വേർഡ് സിൻഡ്രോം. അപ്പൊ ട്രൈസോമി 21 എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? ട്രൈസോമി അല്ലെങ്കിൽ എന്താണ്? ക്രോമസോം നമ്പർ 21 ഒരു എക്സ്ട്രാ ക്രോമസോം കാണുക. അതാണ് എന്ത്? ട്രൈസോമി 21. ക്രോമസോം നമ്പർ 21 ക്രോമസോം നമ്പർ 21 ഒരു എക്സ്ട്രാ ക്രോമസോം അല്ലേ? ഇപ്പോൾ രണ്ട് XX ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ക്രോമസോം കാണുക. അതിനെയാണ് എന്ത് പറയുന്നത്? ട്രൈസോമി 21 എന്ന് പറയുന്നത് അല്ലേ? അതിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ട്രൈസോമി 21 ഏതാണ്? ഓപ്ഷൻ സി, ഡൗൺ സിൻഡ്രോം. ഏതാണ്? ഓപ്ഷൻ സി, ഡൗൺ സിൻഡ്രോം ആണ് അല്ലേ? ടേർണർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ടേർണർ സിൻഡ്രോം എന്താണ്? എക്സ്ട്രാ ഒരു എക്സ് ക്രോമസോമിന്റെ അല്ലെ, ഒരു എക്സ് ക്രോമസോമിന്റെ കുറവ് ഫീമെയിൽസിൽ. ഓക്കെ, ഫീമെയിൽസിൽ ഒരു എക്സ് ക്രോമസോമിന്റെ കുറവാണ് നമ്മൾ എന്ത് പറയുന്നത്? ടേർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ക്രൈഡു-ചാറ്റ്. ക്രൈഡു-ചാറ്റ് എന്ന് പറയുന്നത് ഡിലീഷൻ ഓഫ് എ ക്രോമസോം നമ്പർ 5. ക്രോമസോം നമ്പർ 5 ക്രോമസോം ഡിലീറ്റ് ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രൈഡു-ചാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എഡ്വേർഡ് സിൻഡ്രോം. എഡ്വേർഡ് സിൻഡ്രോം ഇതേപോലെ തന്നെ ട്രൈസോമിയാണ്, ബട്ട് ട്രൈസോമി ഇൻ ക്രോമസോം നമ്പർ 18. ക്രോമസോം നമ്പർ 18 വരുന്നതാണ് എന്ത്? എഡ്വേർഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഡൗൺ സിൻഡ്രോം ആണ്. കറക്റ്റ് ഓപ്ഷൻ സി, ഡൗൺ സിൻഡ്രോം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. An angiosperm family with a syngenesious anther. Syngenesious anther കാണുന്ന ആൻജിയോസ്പേം ഫാമിലി ഏതാണ്? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരിക? ഫാബേസിയെ, ആസ്റ്ററേസിയെ, അപ്പോസൈനേസിയെ, കുക്കുർബിറ്റേസിയെ. ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ആസ്റ്ററേസിയാണ്. ഏതാണ്? ആസ്റ്ററേസിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സിൻജനീഷ്യസ് ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിൻജനീഷ്യസ് ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവിന്റെ ആന്തർ. ഓക്കെ, പൂവിന് സ്റ്റേമൻ ഉണ്ടല്ലോ, സ്റ്റേമനിലെ ആന്തർ ഫുള്ളായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുക. ഓക്കെ, ആന്തർ ഫുള്ളായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുക, ഫിലമെന്റ്സ് ഫ്രീ ആയിരിക്കും. അതിനാണ് എന്ത് പറയുന്നത്? സിൻജനീഷ്യസ് ആന്തർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് സിൻജനീഷ്യസ് ആന്തർ? നമ്മുടെ ആന്തർ. ഓക്കെ, ആന്തർ ഫ്യൂസ്ഡ് ആയിരിക്കും, ഫിലമെന്റ്സ് ഫ്രീ ആയിരിക്കും. അതാണ് സിൻജനീഷ്യസ് ആന്തർ. അതെപ്പോഴും കാണുന്നത് എവിടെയാണ്? ആസ്റ്ററേസിയ ഫാമിലിയിലാണ്, അല്ലെങ്കിൽ സൺഫ്ലവർ ഫാമിലിയിലാണ് എന്ത് കാണുന്നത്? സിൻജനീഷ്യസ് ആന്തർ കാണുന്നത്. ആന്തേഴ്സ് ഫ്യൂസ്ഡും ഫിലമെന്റ്സ് ഫ്രീയുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. DDBJ ഈസ്, DDBJ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബയോളജിക്കൽ ഡാറ്റാബേസ്, പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ്, പ്രോട്ടീൻ സ്ട്രക്ചർ ഡാറ്റാബേസ്, മൾട്ടിപ്പിൾ സീക്വൻസ് അലൈൻമെന്റ്. അപ്പൊ DDBJ എന്താണ്? DNA ഡാറ്റാബേസ് ഓഫ് ജപ്പാൻ ആണ് DDBJ. എന്ന് വെച്ചാൽ അതെന്താണ്? അതൊരു ബയോളജിക്കൽ ഡാറ്റാബേസ് ആണ്. ഓക്കെ, ബയോളജിക്കൽ ഡാറ്റാബേസ് ആണ്. കാരണം DNA പറ്റിയുള്ള എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റാബേസ് ആണ് എന്ത് പറയുന്നത്? DDBJ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബയോളജിക്കൽ ഡാറ്റാബേസ് ആണ്. ഓക്കെ, പ്രോട്ടീൻ സീക്വൻസ് ഡാറ്റാബേസ് നമുക്കറിയാം ഏതൊക്കെയാണ് വരുന്നത്. സ്വിസ് പ്രോട്ടക് എന്താണ്? അത് പ്രോട്ടീൻ ബേസ്ഡ് ഡാറ്റാബേസ് ആണ്. DDBJ, EMBL ഇതൊക്കെ എന്താണ്? DNA സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസുകളാണ്. DNA ഡാറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ ആണെന്ത്? DDBJ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്രോമാറ്റിൻസ് വിത്ത് ക്യാരക്ടേഴ്സ്. ലിസ്റ്റ് 1 ഓരോ ക്രോമാറ്റിനാണ് തന്നിരിക്കുന്നത്, അതിൻ്റെ ക്യാരക്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കാം, ഏതാണ് യു ക്രോമാറ്റിൻ. യു ക്രോമാറ്റിൻ ക്രോമസോമിന്റെ പ്രത്യേകത എന്താണ്? യു ക്രോമാറ്റിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ക്രോമസോമുകൾ എന്താണ്, ലൂസ്ലി പാക്ഡ് ആണ് അല്ലെ, ഭയങ്കര ലൂസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNA പോളിമറൈസിന് വന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ക്രിപ്ഷൻ നടക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അതെന്താണ്, ട്രാൻസ്ക്രിപ്ഷണലി എന്താണ്, ആക്റ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് എന്ത് പറയുന്നത്, യു ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, DNA പോളിമറൈസ് അല്ല, RNA പോളിമറൈസ്. യു ക്രോമാറ്റിന്റെ പ്രത്യേകത എന്താണ്, ലൂസ്ലി പാക്ഡ് ആണ്, അതേപോലെ തന്നെ എന്താണ്, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്. ആ ഒരു പോളിമറൈസിന്റെ പ്രത്യേകത എന്താണ്, അവിടെ ചെന്ന് ഇരിക്കുക, ആ ഒരു പോളിമറൈസിന് ആ ഒരു DNA സ്ട്രാൻഡിൽ ചെന്ന് ഇരിക്കാനായിട്ട് പറ്റും, കാരണം അത് ലൂസ്ലി പാക്ഡ് ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ഹെറ്ററോക്രോമാറ്റിൻ. ഹെറ്ററോക്രോമാറ്റിന്റെ പ്രത്യേകത എന്താണ്, ആ ഒരു ക്രോമസോമ് ഭയങ്കര ഡെൻസ്ലി പാക്ഡ് ആയിരിക്കും. ഓക്കെ, അത് ഭയങ്കര കൂടി കലർന്നിരിക്കും. അതുകൊണ്ട് തന്നെ അതെന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ നടക്കാനായിട്ട് പറ്റില്ല, അല്ലെ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ RNA പോളിമറൈസിന് വന്ന് അവിടുത്തെ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കാനായിട്ട് പറ്റില്ല, കാരണം ആ ഒരു സ്ട്രാൻഡ്സ് ഭയങ്കരമായിട്ട് കൂടി കലർന്നിരിക്കും, ഭയങ്കര കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ക്രിപ്ഷൻ നടക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്, ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആണ്. പിന്നെ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെറ്ററോക്രോമാറ്റിൻ. കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾവേസ് ഇനാക്റ്റീവ്, ദേ ആർ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ്. എന്ന് വെച്ചാൽ അവരെന്താണ്, ഓൾവേസ് എപ്പോഴും എന്താണ്, ഇനാക്റ്റീവ് ആയിട്ടുള്ള ക്രോമസോംസ് ആണ് എന്ത് വരുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെറ്ററോക്രോമാറ്റിനിൽ വരുന്നത്. ഇനി ഫാക്കൽറ്റേറ്റീവ് ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യാം, അവർ ഓൾറെഡി എന്താണ്, ഹെറ്ററോക്രോമാറ്റിനുകളാണ്, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവർ വേണ്ട സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യും, ആക്റ്റീവായിട്ട് മാറുകയും ആക്റ്റീവായിട്ടുള്ള സൈറ്റായിട്ട് മാറുകയും അവിടെ എന്ത് സംഭവിക്കാറുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ നടക്കാറുമുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് വരുന്നത്, ലിസ്റ്റ് 1 യു ക്രോമാറ്റിൻ ഏതാണ്, ലൂസ്ലി പാക്ഡ് ആണ്. ഹെറ്ററോക്രോമാറ്റിൻ എന്താണ്, ഡെൻസ്ലി പാക്ഡ് ആണ്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെറ്ററോക്രോമാറ്റിൻ എന്താണ്, ഓൾവേസ് ഇനാക്റ്റീവ് ആണ്. ഫാക്കൽറ്റേറ്റീവ് എന്താണ്, ക്യാൻ സ്വിച്ച് ചെയ്യാൻ പറ്റും ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് ഇനാക്റ്റീവ് സ്റ്റേറ്റ്സ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് വരുന്നത്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. A2, B1, C3 ആൻഡ് D4. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ PYQ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ എക്സാം ഇങ്ങ് അടുത്ത് വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CC പുതിയ ഒരു 60 ഡേയുടെ ക്രാഷ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. നമുക്കറിയാം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 60 ഡേയ്സ് കൊണ്ട് നമുക്ക് മാക്സിമം സെറ്റിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് അത് ഉറപ്പായിട്ടും ഈ പ്രാവശ്യം തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്താൽ മാത്രം മതി. എല്ലാവരും നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക, മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. ഉറപ്പായിട്ടും ഈ പ്രാവശ്യം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.